ഒരു ബിസിനസ് ഓണർ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ബേസിക്കായി എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നതിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. ഒരു ബിസിനസ് ഓണർ എന്ന നിലയിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ബിസിനസ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഗൂഗിൾ മാപ്പിൽ മാർക്ക് ചെയ്യണം എന്നുള്ളത് ബേസിക്കായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഫ്രീ ആയി തന്നെ ക്രിയേറ്റ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടായാൽ മാത്രം മതി. നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടും ഒരു മൊബൈൽ നമ്പറും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ബിസിനസ് പ്രൊഫൈലിൽ ആഡ് ചെയ്ത് ഗൂഗിൾ മാപ്പിൽ നിങ്ങളുടെ ബിസിനസിനെ മാർക്ക് ചെയ്ത് ലിസ്റ്റ് ചെയ്യിപ്പിക്കാൻ കഴിയും. അതോടൊപ്പം നിങ്ങൾ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഏത് സർവീസുകളാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ന് നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈലിൽ കൊടുക്കാൻ സാധിക്കും. മാത്രമല്ല നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ്, ബ്രോഷേഴ്സ് മുതലായവയും നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ കൊടുക്കാൻ സാധിക്കും. നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസോ സ്വീകരിച്ച ശേഷം റിവ്യൂസ് ചെയ്യുന്നതും നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ പുതിയ ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ പോസിറ്റീവ് റിവ്യൂസ് നന്നായി ഉണ്ടായിരിക്കുന്നത് അവർക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിലോ സർവീസിലോ കൂടുതൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വെബ്സൈറ്റ് ആണ്. ബേസിക് ആയിട്ടുള്ളതെങ്കിലും ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. വെബ്സൈറ്റ് കൂടുതൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിനും നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ക്വാളിറ്റി ഉള്ളതാണെന്നും അതൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഡക്ട്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതുപോലുള്ള ഓൺലൈൻ പർച്ചേസ് ഓപ്ഷൻ, ഓൺലൈൻ ബുക്കിംഗ് ഓപ്ഷൻ, അതുപോലെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസ്, ഇതൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റിൽ ചെയ്യാൻ സാധിക്കും. ഇനി വെബ്സൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളാണ്. ഫേസ്ബുക്ക് പേജ്, അതുപോലെ ഇൻസ്റ്റാഗ്രാം പ്രൊഫഷണൽ അക്കൗണ്ട്, ത്രെഡ്സ് മുതലായ പ്ലാറ്റ്ഫോംസുകൾ നമുക്ക് സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലും പ്രൊഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും കൃത്യമായ ഡിസ്ക്രിപ്ഷൻ ടൈറ്റിലിൽ ആഡ് ചെയ്തിരിക്കണം. അതായത് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ വിസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ എത്രത്തോളം നിങ്ങൾ കണ്ടന്റ് ആഡ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് കൂടുതൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിനും കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എത്തിക്കുന്നതിനും സഹായിക്കും.